പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ കാറ്റ് വീണ്ടും കനക്കുമ്പോൾ ലോകം ഭീതിയോടെ നോക്കുന്നത് ആയുധങ്ങളുടെ ശക്തിയല്ല, മറിച്ച് ലോകശക്തികൾക്കിടയിൽ രൂപപ്പെടുന്ന പുതിയ അച്ചുതണ്ടുകളെയാണ്. കുവൈറ്റിലെയും ഇറാഖിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ നടന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ വെറുമൊരു പ്രാദേശിക പ്രത്യാക്രമണമല്ല, മറിച്ച് റഷ്യയുടെ തന്ത്രപരമായ പിന്തുണയോടെ ഇറാൻ നടത്തുന്ന വലിയൊരു നീക്കത്തിന്റെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഉക്രൈൻ യുദ്ധത്തിൽ തങ്ങളെ സമ്മർദ്ദത്തിലാക്കിയ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും പശ്ചിമേഷ്യയിലൂടെ മറുപടി നൽകുക എന്ന റഷ്യൻ തന്ത്രമാണ് ഇവിടെ വെളിവാകുന്നത്. യുക്രൈനിൽ യുദ്ധഭൂമിയിൽ അമേരിക്കൻ മിസൈലുകളും സാങ്കേതിക വിദ്യയും റഷ്യയെ പ്രതിരോധത്തിലാക്കിയപ്പോൾ സമാനമായ രീതിയിൽ അമേരിക്കയുടെ താവളങ്ങളെ ലക്ഷ്യമിടാൻ ഇറാന് അത്യാധുനികമായ ഇന്റലിജൻസ് വിവരങ്ങളും സാങ്കേതിക സഹായവും റഷ്യ ലഭ്യമാക്കി എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ. അലി അൽ സലേം എയർബേസിന് നേരെയുണ്ടായ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയ ആക്രമണം ഇറാന്റെ മാത്രം കരുത്തല്ല, മറിച്ച് ഉപഗ്രഹ വിവരങ്ങളുടെയും ആധുനിക റഡാർ പ്രതിരോധത്തെ മറികടക്കാനുള്ള സാങ്കേതിക വിദ്യയുടെയും മിശ്രണമാണ്. ഇത് അമേരിക്കയോടുള്ള റഷ്യയുടെ കണക്ക് തീർക്കലായിട്ടാണ് നയതന്ത്ര വിദഗ്ധർ കാണുന്നത്. കുവൈറ്റിലെ ആക്രമണത്തിൽ 15 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതും ഇതുവരെ 373ഓളം സൈനികർക്ക് പരിക്കേൽക്കേണ്ടി വന്നതും അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മധ്യേഷ്യയിൽ തങ്ങളുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നത് വാഷിംഗ്ടണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പരാജയമാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇപ്പോൾ പഴയതിനേക്കാൾ കരുത്തോടെ ആക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നത് റഷ്യൻ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെയും ലോജിസ്റ്റിക് പിന്തുണയുടെയും ബലത്തിലാണെന്ന് വ്യക്തമാണ്. സൗദി അറേബ്യയിൽ അടുത്തിടെ നടന്ന മിസൈൽ ആക്രമണങ്ങൾ കാണിക്കുന്നത് യുദ്ധം അതിന്റെ എല്ലാ അതിരുകളും ലംഘിച്ചിരിക്കുന്നു എന്നാണ്. കേവലം സശായത്തുകാരായ ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുള്ള യുദ്ധത്തിൽ നിന്ന് മാറി നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നു. മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നാവിക ആസ്തികളെയും കമാൻഡ് സെന്ററുകളെയും ലക്ഷ്യമിടുമ്പോൾ പശ്ചിമേഷ്യയിലെ ഭൂപടം തന്നെ മാറുകയാണ്. ഇതിന് പിന്നിലെ റഷ്യൻ ബുദ്ധി കേന്ദ്രങ്ങൾ അമേരിക്കയെ ഒരേ സമയം 2 വലിയ യുദ്ധമുഖങ്ങളിൽ തളച്ചിടാനാണ് ശ്രമിക്കുന്നത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം കൂടുതൽ കരുത്താർജിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഡ്രോണുകളെയും ക്രൂയിസ് മിസൈലുകളെയും ഇറാൻ വിജയകരമായി തടയുന്നത് റഷ്യയുടെ S-400 പോലുള്ള സംവിധാനങ്ങളുടെ പിന്തുണയോടെയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇത് ആകാശ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന മേൽക്കൈ ഇല്ലാതാക്കി. സൈനികമായ ഈ മാറ്റം മേഖലയിലെ അറബ് രാജ്യങ്ങളെയും മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ സംരക്ഷണം ഇനി എത്രത്തോളം ഫലപ്രദമാകുമെന്ന ചോദ്യം ഇവിടങ്ങളിൽ ഉയരുന്നു. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ഒരു മൾട്ടി ഡൊമൈൻ യുദ്ധമായി മാറിക്കഴിഞ്ഞു. സൈബർ ആക്രമണങ്ങൾ മുതൽ സമുദ്രത്തിലെ കപ്പൽ വേട്ട വരെ നീളുന്ന ഈ പോരാട്ടത്തിൽ റഷ്യയും ഇറാനും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു ഇറാൻ ഭീഷണിയല്ല, മറിച്ച് റഷ്യയുടെ നിഴൽ യുദ്ധമാണ്. ഓരോ ആക്രമണത്തിലും തകർക്കപ്പെടുന്നത് അമേരിക്കൻ അപ്രമാദിത്വത്തിന്റെ ബിംബങ്ങളാണ്. റഷ്യ ഈ യുദ്ധത്തിലൂടെ ലക്ഷ്യമിടുന്നത് ആഗോള എണ്ണ വിപണിയിലെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുക കൂടിയാണ്. പശ്ചിമേഷ്യയിൽ അസ്ഥിരത കൂടുമ്പോൾ എണ്ണവില വർദ്ധിക്കുകയും അത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാവുകയും ചെയ്യുന്നു. ഇറാന് ആയുധം നൽകുന്നതിലൂടെ റഷ്യ ഒരേ സമയം സൈനികവും സാമ്പത്തികവുമായ വിജയമാണ് ലക്ഷ്യമിടുന്നത്. അമേരിക്കയാകട്ടെ സ്വന്തം സൈനികരുടെ ജീവൻ രക്ഷിക്കാനും ആഗോള സ്വാധീനം നിലനിർത്താനും പാടുപെടുകയാണ്. യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യ ഇന്ന് ഒരു വൻ ശക്തികളുടെ പരീക്ഷണശാലയായി മാറിയിരിക്കുന്നു. ഇറാന്റെ ഓരോ മിസൈൽ വിക്ഷേപണത്തിലും അമേരിക്കയോടുള്ള റഷ്യയുടെ പകയുടെ കനലുകൾ എരിയുന്നുണ്ട്. യുദ്ധം നിലവിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇസ്രയേലിന്റെയും മറ്റ് സഖ്യകക്ഷികളുടെയും നീക്കങ്ങൾ നിർണായകമാകും. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ യുദ്ധം പഴയതുപോലെ അവസാനിക്കാൻ പോകുന്ന ഒന്നല്ല, മറിച്ച് ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന ഒന്നാണ്.